ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ബൈബിൾ പാപശരീരം എന്ന് പറയുന്ന എന്റെയും നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തിന്റെ ആത്മാവിന് വസിക്കുവാൻ, പരിശുദ്ധാത്മാവിന് വസിക്കുവാനുള്ള ആലയമാക്കി എന്നെയും നിങ്ങളെയും ദൈവം തിരഞ്ഞെടുത്തു, നമ്മുടെ ശരീരങ്ങളെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്. ആലയത്തിന്റെ മഹത്വം മനസ്സിലാക്കണമെങ്കിൽ, ആലയത്തിന്റെ വില അറിയണമെങ്കിൽ, പഴയ നിയമത്തിൽ ശലോമോൻ ദൈവത്തിനായിട്ടുണ്ടാക്കിയ, ദൈവത്തിനായിട്ട് പണി കഴിപ്പിച്ച യെരൂശലേം ദേവാലയത്തെ കുറിച്ച് നാം ഒന്ന് പഠിക്കണം, ഒരല്പം ഒന്ന് കണ്ണോടിക്കണം. വേദപുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് അതിന്റെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ വില ഞാൻ മറ്റൊന്നും പറയുന്നില്ല. അതിന്റെ പണിക്കാരുടെ ആയിരക്കണക്കിന് പണിക്കാര് ഏറെ വർഷം കൊണ്ട് ഉണ്ടാക്കിയ അതിന്റെ പണിക്കൂലി പോട്ടെ. 3200 ടൺ സ്വർണത്തിന്റെ വില മാത്രം ഒന്ന് കൂട്ടിയാൽ മതി. 3200 ടൺ സ്വർണത്തിന്റെ വില ഒരു മനുഷ്യന് നേരാൻ വണ്ണം കൂട്ടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ കരുതൽ സ്വത്തായിട്ട് ഇന്ത്യ ഗവൺമെന്റിന്റെ കയ്യിലുള്ളത് ഏകദേശം 900 ടണ്ണ് സ്വർണമാണെന്നാണ് എന്റെ അറിവ്. അങ്ങനെയാണെങ്കിൽ 3200 ടൺ സ്വർണത്തിന്റെ വില മാത്രം, വെള്ളി, ബാക്കി വെള്ളിയുണ്ട്, ടൺ കണക്കിന് വെള്ളി, വെങ്കലം, ഇരുമ്പ്, മറ്റ് സാധനങ്ങളുടെ വില ഒന്നും കൂട്ടുന്നില്ല. ഈ സ്വർണത്തിന്റെ വില മാത്രം നാം ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ദൈവത്തിന്റെ ആത്മാവിന്, ദൈവത്തിന്റെ തേജസ്സിന്, ദൈവത്തിന്റെ ശക്തിനയ്ക്ക് ഇറങ്ങുവാനായിട്ട്, വസിക്കുവാനായിട്ടുള്ള ആലയത്തിന്റെ ആ പണിയൊന്ന് ആലോചിച്ച് നോക്കിയേ. അതിനേക്കാൾ വിലയേറിയതാണ് നമ്മുടെ ശരീരമെന്ന് നാം ഒന്ന് ചിന്തിക്കുമ്പോൾ ദൈവത്തിന് മഹത്വം നൽകുവാനായിട്ട് ഇടവരും. ദൈവത്തിന്റെ ആത്മാവിന്, അതേ ശക്തിനയ്ക്ക്, അതേ ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ ആത്മാവിന് വസിക്കുവാനായിട്ട്, പരിശുദ്ധാത്മാവിന് വസിക്കുവാൻ നമ്മുടെ ശരീരങ്ങളെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുക. നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നില്ലേ? നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന്റെ ആലയമാക്കി ദൈവത്തിന്റെ വചനം പറയുകയാണ്. നിങ്ങളത് അറിയുന്നില്ലയോ? നിങ്ങളുടെ ശരീരങ്ങൾ ദൈവത്തിന്റെ ആലയമല്ലയോ എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നാം അറിയണം. നമ്മുടെ വില എന്താണെന്ന് നാം അറിയണം. നാം ആരാണെന്ന് നാം അറിയണം. നാം വിലയുള്ളവരാണ്. നാം വില കുറഞ്ഞവരല്ല. നാം നമ്മെ തന്നെ വില കുറഞ്ഞു കാണരുത്. ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നവരാണ് നാം.